പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും ശാരീരിക പീഡനമോ അല്ലെങ്കിൽ ബലാത്സംഗമോ ആവില്ല എന്ന് കോടതി പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വേടന് ഈ ജാമ്യം കിട്ടുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇവർ ഓരോ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴും ഓരോ ഇരകളെ വെച്ചിറക്കി. ഇപ്പോൾ 5 പേരായിട്ടുണ്ട്. ഇനി ഒരാളെ ഇറക്കാൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു കാരണം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടോ ഈ ഒരു കാലയളവിൽ വേണ്ട പീഡിപ്പിക്കാൻ, അതായത് 2020 തൊട്ട് 25 വരെ വേണം പീഡിപ്പിച്ചു, അല്ലെങ്കിൽ 24 വരെ വേണം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു കാലയളവിൽ വേടൻ ഇവിടെയെല്ലാം എങ്ങനെ ഓടി എത്തിയെന്നൊരു ചോദ്യം വരുന്നത് കൊണ്ട് അതിനകത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് 5 പേരെ. 5 വർഷം ഓരോരുത്തരായിട്ട് ഓരോ വർഷമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇനി അടുത്ത ആളിനെ ഇറക്കാത്തത്. എന്ത് തന്നെയാണെങ്കിലും ഇവർ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന പരിപാടികൾ എല്ലാം മൂഞ്ചി കുതിര സൈഡിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുകയാണ് സുഹൃത്തുക്കളെ. എന്ത് തന്നെയാണെങ്കിലും കോടതിക്കൊരു വലിയൊരു അഭിനന്ദനവും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ പിറപ്പുകേടുകൾ കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന പെൺകുട്ടികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. വേടനെ ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേടൻ്റെ 10 കല എന്ന് പറയുന്ന ഒരു പാട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. കേരളം മിക്കവാറും ഒരു എന്താ പറയുക വലിയൊരു സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് BJP കൊണ്ടുപോകും.